ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ യോഹന്നാന്റെ സുവിശേഷം 6:29 വായിക്കുന്നു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ എന്നുത്തരം പറഞ്ഞു. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. 5000 5 അപ്പം കൊണ്ടും 2 മീനും കൊണ്ട് പോഷിപ്പിച്ച യേശു കർത്താവിനെ തിരഞ്ഞ് പുരുഷാരം കഫർന്നഹൂമിൽ കടൽക്കര യേശുവിനെ കണ്ടെത്തുന്നു. യേശു വ്യക്തമായി അവരോട് പറയുന്നത്, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത് എന്നാണ്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുവാനും അത് മനുഷ്യപുത്രൻ, അതായത് യേശു കർത്താവ് നിങ്ങൾക്ക് തരും എന്നും പറയുന്നു. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണമെന്ന അവരുടെ ചോദ്യത്തിന് യേശുവിൻ്റെ ഉത്തരം, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ എന്നാണ്. ദൈവം മനുഷ്യനിൽ നിന്ന് ആവശ്യപ്പെടുന്ന, അതായത് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. രക്ഷയ്ക്കായി ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. ആ രക്ഷ പ്രാപിക്കണമെങ്കിൽ യേശുവിൽ ഒരുവൻ വിശ്വസിക്കണം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ അല്ലാതെയുള്ള മനുഷ്യന്റെ പ്രയത്നങ്ങളൊന്നും അവന് നിത്യജീവൻ പ്രാപിക്കുവാൻ ഇടയാക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ തന്നെ പ്രാഥമികമായും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും പ്രവൃത്തികളില്ലാതിരിക്കുകയും ചെയ്യുന്നത് അലസ മനോഭാവമാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് യാക്കോബ് 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. പ്രവൃത്തിയാലാണ് വിശ്വാസം വ്യാപരിക്കുന്നത്. ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. യേശുവിലുള്ള വിശ്വാസവും അതുമൂലം നമ്മിൽ ഉത്ഭവിക്കുന്ന സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രവൃത്തികളിലൂടെ രൂപാന്തരപ്പെട്ട ജീവിതമാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മർമ്മപ്രധാനമായ കാര്യം ദൈവം അയച്ച യേശുവിൽ വിശ്വസിക്കുക, തുടർന്ന് ക്രിസ്തു കേന്ദ്രീകൃതമായ വിശ്വാസ ജീവിതം നയിക്കുകയും അത് നമ്മുടെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കും. God bless us all.